അവർ ഒരു കേസും CBI കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ. ഉമ്മൻചാണ്ടിയുടെ സാറിൻ്റെ കേസ് വിട്ടതല്ലേ, അതുപോലെ എൻ്റെ കേസ് വിട്ടോ, എനിക്കൊരു വിരോധമില്ല, ഞാൻ റെഡിയാണ്. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു ടൈമിംഗ് നോക്കണം. ഈ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത്, ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവരോട്, കൊടുത്ത ചാനലുകളോടല്ല, അവർക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയല്ലേ. അത് കൊടുത്തവരോടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ പേടിച്ചു പോയെന്ന്, ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ല, നേരത്തെ CBIക്ക് വിട്ടേക്ക്, അപ്പോൾ തന്നെ വിട്ടേക്ക്, CBI അന്വേഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, റെഡിയാണ്. അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യം ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി, തെരഞ്ഞെടുപ്പിൻ്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തിയ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക്. പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചില്ല ഇവർ, ഇതിൽ കൂടുതൽ എന്നെ എങ്ങനെ സഹായിക്കണേ.